Hi guys, it's me, the Mallu Banker. സോ RRB PO ആൻഡ് ക്ലർക്കിൻ്റെ നോട്ടിഫിക്കേഷൻ ജൂൺ ഫസ്റ്റ് വീക്കോടുകൂടി തന്നെ റിലീസാകുമെന്നാണ് നമ്മുടെയൊക്കെ പ്രതീക്ഷ. സോ അത് കഴിഞ്ഞ് ബാർലി 2 മന്ത്സ് മാത്രമേ എക്സാംസിന് വേണ്ടിയിട്ട് കാണുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് മന്തിൽ ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് റിവൈസ് ചെയ്തത് എക്സാം ബേസിസിൽ, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടും അതുപോലെ തന്നെ ഈ ജൂൺ മന്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടുമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത്. സോ അതിന് മുൻപ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ യൂസ്ഫുൾ PDFs അതുപോലെ തന്നെ പെയ്ഡ് കണ്ടൻസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുവാൻ വേണ്ടിയിട്ട് എനിക്കൊരു ടെലിഗ്രാം ചാനലുണ്ട്, അതിലൊന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് മെയ് മന്തിൽ ഞാൻ ചെയ്തത് എന്തൊക്കെ കാര്യങ്ങളാണ് എന്ന് വെച്ചാൽ, മൺഡേയിൽ ഒലിവ് ബോർഡ്, ട്യൂസ്ഡേയിൽ പ്രാക്ടീസ് മോക്ക്, അങ്ങനെ 2 ഡേയ്സിൽ മോക്സ് അവൈലബിൾ ആയിരിക്കും ഫ്രീ ആയിട്ട്. ആ മോക്സ് ഡെയിലി ബേസിസിൽ ചെയ്തു. അതുപോലെ തന്നെ ഡെയിലി കറണ്ട് അഫയേഴ്സ് ഞാൻ ഈ ഇയർ മുതൽ ഡെയിലി ബേസിസിൽ കറണ്ട് അഫയേഴ്സ് ചെയ്തു വരണമെന്ന് മുൻപത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഏപ്രിലിൽ ആക്ച്വലി എനിക്ക് ഫുള്ള് കവർ ചെയ്യാൻ പറ്റിയില്ല. എന്നാലും ഏപ്രിലിൽ ഞാൻ മന്ത്ലി കറണ്ട് അഫയേഴ്സ് റിവൈസ് ചെയ്തു. അതുപോലെ തന്നെ മെയ് ആയപ്പോഴേക്കും ഡെയിലി കറണ്ട് അഫയേഴ്സ് പഠിക്കാൻ തുടങ്ങിയിരുന്നു. ഡെയിലി കറണ്ട് അഫയേഴ്സിനുള്ള സോഴ്സ് അഫയേഴ്സ് ക്ലൗഡാണ് ഞാൻ ചൂസ് ചെയ്തിരുന്നത്. അതിൻ്റെ PDFs ഒക്കെ ഞാൻ ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ആക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ മോർണിംഗിൽ ഇതുപോലെ ഡെയിലി കറണ്ട് അഫയേഴ്സ് വരുന്ന വീഡിയോസ്, മീൻസ് തലേന്നത്തെ PDF പിറ്റേന്നായിരിക്കും ഞാൻ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ PDF എടുത്തിട്ട് അത് മോർണിംഗിലോ അല്ലെങ്കിൽ എപ്പോഴാണോ ടൈം കിട്ടുന്നത് ആ ടൈമിൽ ആ PDF റിവൈസ് ചെയ്യും. അതിനുശേഷം അതിൻ്റെ റിലേറ്റഡ് വീഡിയോ നമ്മൾക്ക് ഒന്നെങ്കിൽ വെരാന്തയുടെ യൂട്യൂബ് ചാനലിലാണെങ്കിൽ മലയാളം വേർഷൻ കിട്ടും, അതല്ലെങ്കിൽ അഫയേഴ്സ് ക്ലൗഡിൻ്റെ ഇംഗ്ലീഷ് വേർഷൻ, ഇത് ഏതെങ്കിലും ഒന്ന് ഫോളോ ചെയ്യും. അങ്ങനെ വീഡിയോ ഫോമിലും ആ ക്ലാസ്സസ് കാണും. അങ്ങനെയാണ് ഡെയിലി ബേസിസിൽ ഡെയിലി കറണ്ട് അഫയേഴ്സ് ഞാൻ പോകുന്നത്. ഓക്കെ, ആദ്യം PDF പഠിക്കും, അത് കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ ക്ലാസ്സസ് കാണുന്നത്. അപ്പോൾ ആൻസേഴ്സ് ഓട്ടോമാറ്റിക്കായിട്ട് മൈൻഡിൽ വരുന്നതായിരിക്കും. ഓക്കെ, അങ്ങനെ മെയ് മന്തിലെ ഡെയിലി കറണ്ട് അഫയേഴ്സ് ഞാൻ റിവൈസ് ചെയ്തിരുന്നു. അപ്പോൾ ഈ 1 ജൂൺ ആയപ്പോഴേക്കും മന്ത്ലി അത് വീക്ക്ലി ബേസിസിൽ റിവൈസ് ചെയ്യാനും സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഓക്കെ, അതാണ് ലാസ്റ്റ് മെയിൽ ചെയ്തത്. അതുപോലെ തന്നെ മെയിനായിട്ട് ഞാൻ ചെയ്തൊരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ, ക്വാൻസ് റീസണിങ്, ഇതാണല്ലോ നമുക്ക് എക്സാംസിന് മെയിനായിട്ടുള്ളത്. ആ ക്വാൻസിനും റീസണിങ്ങും സെപ്പറേറ്റ് ഡേയ്സ് കൊടുത്തു. ഓക്കെ, ആദ്യത്തെ ഇതിന് മുൻപുള്ള ദിവസങ്ങളിലൊക്കെ ഞാൻ മാക്സിമം ടൈം 3 സബ്ജക്റ്റും ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് പഠിക്കാനൊക്കെ ശ്രമിച്ചിരുന്നു. പക്ഷേ അതൊട്ടും ഇഫക്റ്റീവായിട്ട് തോന്നിയില്ല. കാരണം എനിക്ക് എൻ്റെ വീഡിയോസൊക്കെ മുൻപ് കണ്ടിട്ടുള്ളവർക്കറിയാം എനിക്ക് വളരെ ലിമിറ്റഡ് ടൈം മാത്രമേ ഉള്ളൂ. സോ അതൊക്കെ കൊണ്ട് തന്നെ ഒരു ഡേയിൽ ഫുള്ള് ക്വാൻസും റീസണിങ്ങും ഇംഗ്ലീഷും കറണ്ട് അഫയേഴ്സും എല്ലാം കൂടെ പഠിക്കുക എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ റുട്ടീനിലൊരു ചെറിയ ചേഞ്ച് വരുത്തി. പക്ഷേ അത് നല്ലൊരു കാര്യമായിട്ടാണ് തോന്നുന്നത്. ഡേ 1 ഫസ്റ്റ് ഡേ 2 ഡേ ആയിട്ടാണ്, മീൻസ് ഒരു ഫുൾ നമ്മുടെ സിലബസിനെ ഞാൻ 2 ഡേ ആയിട്ട് തിരിച്ചു. എന്നിട്ട് ക്വാൻസും അതുപോലെ കറണ്ട് അഫയേഴ്സ് ഇംഗ്ലീഷ് ഇത് ഒരു ഡേ ചെയ്യും. അതിൻ്റെ പിറ്റേ ദിവസം റീസണിങ്, കറണ്ട് അഫയേഴ്സ്, ഇംഗ്ലീഷ്, ഇങ്ങനെയാണ് ടൈം ഞാൻ സ്പ്ലിറ്റ് ചെയ്തത്. അപ്പോൾ ഓക്കെ, ഒരു 6 hours മിനിമം പഠിക്കുകയാണെങ്കിൽ ഒരു ഡേയിൽ നല്ല രീതിയിൽ തന്നെ ഉള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ പറ്റുന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതാണ് മേജറായിട്ട് ഞാൻ ലാസ്റ്റ് മന്തിൽ നടത്തിയൊരു ചേഞ്ച്. അപ്പോൾ ക്വാൻസിലാണെങ്കിൽ ലാസ്റ്റ് മന്തിൽ അഡാടെ ക്വിസസ് അവൈലബിൾ ആയിരുന്നു, അത് ചെയ്തു. അതുപോലെ തന്നെ സെക്ഷണൽ ടെസ്റ്റ് ചെയ്തു. അതുപോലെ കുറച്ച് ക്വാൻസിൻ്റെ ടോപ്പിക്സ് ഒക്കെ ഞാൻ മറന്നു പോയതായിട്ട് ഫീൽ ചെയ്തു. ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോൾ അരിത്തമെറ്റിക്സ് ഒക്കെ ക്വസ്റ്റ്യൻസ് കിട്ടുന്നില്ലാത്ത കൂട്ടുള്ളൊരു ഫീൽ തോന്നി. സോ അതുകൊണ്ട് തന്നെ പെർസെൻറ്റേജിൻ്റെയും അതുപോലെ തന്നെ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ്റെയും ഒക്കെ ബേസിക് വീഡിയോസ് ജസ്റ്റ് ഒന്നുകൂടെ 2x സ്പീഡിലിട്ട് ഒന്നുകൂടെ കണ്ടു നോക്കി, അതിൻ്റെ പ്രോബ്ലംസ് ചെയ്തു നോക്കി. ഇത്രയുമായിരുന്നു ഈ ഒരു മെയ് മന്തിൽ ഏകദേശം ചെയ്ത കാര്യങ്ങൾ. ലാസ്റ്റ് ഫേസിലാണ് ഇതൊക്കെ ചെയ്തത്. അതുപോലെ തന്നെ റീസണിങ്, ഇപ്പോൾ സെക്കൻഡ് ഡേയിൽ റീസണിങ് എടുക്കുകയാണെങ്കിൽ പ്രീ ലെവലാണ് ചെയ്യുന്നതെങ്കിൽ ഒരു സെക്ഷണൽ ടെസ്റ്റ് ആദ്യം ചെയ്യും. മോക്ക് ചെയ്യാത്ത ദിവസങ്ങളിൽ, പ്രീ മോക്ക് ചെയ്യാത്ത ദിവസങ്ങളിൽ ഒരു സെക്ഷണൽ ടെസ്റ്റ് ചെയ്തു. അതുപോലെ തന്നെ പസിൽസ്, അതുപോലെ തന്നെ സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഒക്കെ ഗൈഡ്ലിയുടെ ഒക്കെ ഫ്രീ PDFs അവൈലബിൾ ആയിരുന്നു. അതിൽ ക്വിസസ് ഫോർമാറ്റുകൾ അവൈലബിൾ ആയിരുന്നു, അത് ചെയ്തു നോക്കി. അത്രയുമാണ് ചെയ്തത്. ഈ കഴിഞ്ഞ മാസം മെയിൻസ് ലെവൽ തുടങ്ങണമെന്ന് ഓർത്താണ്, പക്ഷേ എനിക്ക് ടൈം കിട്ടിയില്ല.
അതുകൊണ്ട് ഈ മാസം മുതലായിരിക്കും ഞാൻ മെയിൻസ് ലെവൽ സെറ്റ് തുടങ്ങുന്നത്. അപ്പോൾ അത്രയുമൊക്കെയാണ് റീസണിങ്ങിൽ ചെയ്തത്. റീസണിങ്ങിൽ കൂടുതലായിട്ടും സെക്ഷണൽ ടെസ്റ്റ് ചെയ്തു, അതുപോലെ തന്നെ വീഡിയോ സോഴ്സസ് വഴി ക്ലാസ്സസ് സോൾവ് ചെയ്തു, അതുപോലെ തന്നെ ക്വിസസ് അറ്റംപ്റ്റ് ചെയ്തു. ഇതൊക്കെയായിരുന്നു ലാസ്റ്റ് മന്ത് ചെയ്തത്. ഇംഗ്ലീഷിന് ഞാൻ ഇപ്പോൾ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ലായിരുന്നു. ജസ്റ്റ് എഡിറ്റോറിയൽ വായിക്കും, അതുപോലെ തന്നെ RC ചെയ്യണമെന്ന് ഓർത്തതാണ്, പക്ഷെ അതിനും ടൈം കിട്ടിയില്ലായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്നും വരുത്തുന്ന ചേഞ്ച് എന്താണെന്നുള്ളതാണ് നെക്സ്റ്റ് കാര്യം പറയാൻ പോകുന്നത്. നെക്സ്റ്റാണ് ഈ മാസം ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഒരു 15 ഡേ, ഒരു 1 to 15 ഡേയ്സ് വരെയുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു മന്തിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. കറണ്ട് അഫെയർസ് നേരത്തെ തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്തിരുന്നല്ലോ. ഓക്കെ, അപ്പോൾ അത് ഡേ ബേസിസിൽ അത് എന്ത് ചെയ്യും, പഠിച്ചു കഴിഞ്ഞതിന് ശേഷം സാറ്റർഡേ സൺഡേസിൽ അതെടുത്ത് റിവൈസ് ചെയ്യും. സാറ്റർഡേയും സൺഡേയും അത് റിവൈസ് ചെയ്തെങ്കിൽ മാത്രമേ കറണ്ട് അഫെയർസ് നമ്മുടെ മനസ്സിൽ എന്ത് ചെയ്യുകയുള്ളൂ, റീറ്റെയിൻ ചെയ്ത് നിൽക്കുകയുള്ളൂ. പലരും നോട്ട്സ് ഉണ്ടാക്കുന്നവരുണ്ടായിരിക്കും, പക്ഷേ ഞാൻ നോട്ട്സ് ഉണ്ടാക്കാറില്ല. അതും കൂടെ ടൈം കളയാൻ എനിക്ക് ഇല്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കാര്യങ്ങൾക്കും നോട്ട്സ് ഇതുവരെ പ്രിപ്പയർ ചെയ്തിട്ടില്ല. കറണ്ട് അഫെയർസിനാണെങ്കിലും വീണ്ടും വീണ്ടും പല സോഴ്സസിൽ നിന്ന് ക്വിസസ് ഒക്കെ അറ്റംപ്റ്റ് ചെയ്യുകയും, അതുപോലെ തന്നെ അഫെയർസ് ക്ലൗഡിൻ്റെ ഒക്കെ സോഴ്സസ് ഉപയോഗിക്കുകയും, സ്റ്റഡി ഐക്യുവിൻ്റെ സോഴ്സസ് അതൊക്കെ ഫോളോ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നോട്ട്സ് യൂസ് ചെയ്യുന്നില്ല. അതാണ് കറണ്ട് അഫെയർസിന് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ മാസം ഞാൻ പ്രീ മോക്കും അതുപോലെ തന്നെ മെയിൻസ് മോക്കും ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. പ്രീ മോക്ക് നമ്മൾക്ക് അതുപോലെ തന്നെ പ്രാക്ടീസ് മോക്കിലും ഒലിവ് ബോർഡിലും മൺഡേ ട്യൂസ്ഡേ ഡേയ്സിൽ ലഭിക്കും. അപ്പോൾ തന്നെ വീക്കിൽ 2 പ്രീ മോക്ക് കിട്ടുന്നതായിരിക്കും. 2 പ്രീ മോക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഒരു വീക്കിൽ ഒരു മെയിൻസ് മോക്ക് എങ്കിലും ചെയ്യണമെന്നാണ് ഞാൻ ലാസ്റ്റ് മന്തിലെ ഓർത്ത കാര്യമായിരുന്നു, പക്ഷേ അതിനുള്ള സമയം എനിക്ക് കിട്ടിയില്ലായിരുന്നു. സോ ഈ മന്തിൽ അതിലെ ഫസ്റ്റ് വീക്കിൽ ഡെഫിനറ്റ് ആയിട്ടും ഒരു മെയിൻസ് മോക്ക് ഞാൻ ചെയ്ത് നോക്കിയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ എൻ്റെ ഡേയ്സിനെ ക്വാൻസും റീസണിങ്ങുമായിട്ട് 2 ഡേയ്സ് ആയിട്ട് തന്നെ ഓൾറെഡി സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. അത് നല്ല എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയത് കൊണ്ട് തന്നെ ക്വാൻസിനും റീസണിങ്ങിനും 2 ഡേയ്സ്. ഇപ്പോൾ ഡേ 1 ക്വാൻസ് ആണെങ്കിൽ അതിൽ കൂടുതലും ക്വിസസ് ചെയ്യാൻ ശ്രമിക്കും. ക്വിസസ് ആകുമ്പോൾ പ്രീ ലെവലും മെയിൻസ് ലെവലും ക്വിസസ് അവൈലബിൾ ആയിരിക്കും. ആ ക്വിസസ് ക്വാൻസ് ബേസ്ഡ് ചെയ്തിട്ടുള്ള ക്വിസസ് മാത്രമേ ചെയ്യുകയുള്ളൂ. അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്തൊരു വേറൊരു കാര്യമാണ്, ഞാൻ ആദ്യം പഠിച്ചിരുന്ന ടൈമിൽ സ്ക്വയേഴ്സും അതുപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾസും ഒക്കെ ഫസ്റ്റ് ഒരു 5 മിനിറ്റ്സിനുള്ളിൽ മൊത്തം എഴുതി നോക്കിയിട്ടായിരുന്നു പഠിക്കാൻ തുടങ്ങാറുള്ളത്. കണ്ടോ, ഞാൻ എൻ്റെ ലാസ്റ്റ് ഡേയ്സൊക്കെ പഠിക്കുമ്പം ആദ്യം പഠിക്കുന്നതിന് മുൻപ് ക്ലാസ്സസ് ഒക്കെ ഒന്ന് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾസും അതുപോലെ തന്നെ സ്ക്വയേഴ്സും ഒക്കെ ഒന്ന് എഴുതി നോക്കുമായിരുന്നു എൻ്റെ പഠിത്തത്തിൻ്റെ ഫസ്റ്റ് ഫേസിൽ. അത് കഴിഞ്ഞ് ഈ സ്ക്വയേഴ്സൊക്കെ എൻ്റെ മനസ്സിൽ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ എഴുതി നോക്കുന്നില്ലായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ട് എനിക്കിപ്പോഴാണ് മനസ്സിലായത്, പിന്നെയും റീസ്റ്റാർട്ട് ചെയ്തപ്പോൾ സ്ക്വയർ വാല്യൂസും അതുപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾസൊക്കെ കിട്ടാൻ ഭയങ്കര ലാഗ് അടിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആദ്യം മുതൽ ചെയ്യുന്ന കാര്യമാണ്. 12 മുതൽ 11 വരെയുള്ള ടേബിൾ എന്താണെങ്കിലും അറിയാം. സോ 12 മുതൽ ഒരു 19 വരെയുള്ള ടേബിളും അതുപോലെ തന്നെ 23യും 29ഉം ഇത് രണ്ടും ഇമ്പോർട്ടൻറ്റ് ടേബിൾസാണ്. 23യും 29ഉം ഇത്രയത്തിൻ്റെ ടേബിൾസ് എഴുതും. അത് എഴുതി ജസ്റ്റ് ഇതുപോലെ മനസ്സിൽ എഴുതി വെക്കും. അതുപോലെ തന്നെ സ്ക്വയേഴ്സ് 1 to 20 വരെയുള്ള സ്ക്വയേഴ്സും 1 to 20 വരെയുള്ള ക്യൂബ്സും എന്ത് ചെയ്യും, എഴുതി നോക്കും. അത്രയും ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ അത് നല്ല രീതിയിൽ ക്ലിക്കായിട്ടിരിക്കുന്നതായിരിക്കും. അതാണ് ക്വാൻസ്. ഇപ്പോൾ ക്വാൻസ് ആണെങ്കിലും റീസണിങ് ഡേ ആണെങ്കിലും ആദ്യം ചെയ്യുന്ന കാര്യം അതാണ്. അത് കഴിഞ്ഞിട്ട് അഡാടെ ക്വിസസ് ചെയ്യും. അതുപോലെ തന്നെ ഒരു സെക്ഷൻ പ്രിലിംസിൻ്റെ മോക്ക് ചെയ്യാത്ത ദിവസങ്ങളിൽ ഒരു സെക്ഷണൽ ടെസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ വീക്ക് മുതൽ മെയിൻസ് ലെവൽ സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് ഞാൻ ഓർത്തിരിക്കുന്നത്. സോ ആദ്യം തന്നെ മെയിൻസ് ലെവൽ DI ഒത്തിരി വീഡിയോ സോഴ്സസ് അവൈലബിൾ ആണ്. ആദ്യം മെയിൻസ് ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വീഡിയോ സോഴ്സസിൽ നിന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എൻ്റെ പ്ലാൻ. സോ ആശിഷ് അറോറ സാറിൻ്റെയോ അതുപോലെ തന്നെ ഹർഷൽ സാറിൻ്റെയോ ഒക്കെ വീഡിയോ സോഴ്സസ് ഉണ്ട്. ആ സോഴ്സ് വഴി മെയിൻസ് DI ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ പ്രീ ലെവലിലെ ചില ടോപ്പിക്സ് ഞാൻ മറന്നു പോയി എന്ന് കരുതിയ ചില ടോപ്പിക്സ് ഉണ്ട്. അതൊന്നുകൂടെ ഒന്ന് റീറ്റെയിൻ ചെയ്യാൻ വേണ്ടി പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ വീഡിയോ ക്ലാസ് കാണും. കൗശിക് മോഹന്തി സാറിൻ്റെ ഒക്കെ വീഡിയോ ക്ലാസ് അവൈലബിൾ ആണ്. ആ വീഡിയോ ക്ലാസ് കാണും. ആ വീഡിയോ ക്ലാസ് കണ്ടിട്ട് അതിൻ്റെ റിലേറ്റഡ് PDFs സോൾവ് ചെയ്യും. അത്രയും ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ഡേ കംപ്ലീറ്റഡ് ഓവറാകും. നെക്സ്റ്റ് റീസണിങ്, സെക്കൻഡ് ഡേയിൽ റീസണിങ് ആണ് ചെയ്യുന്നത്. റീസണിങ് ചെയ്യുമ്പോൾ
ഒരു സെക്ഷണൽ ടെസ്റ്റ് പ്രീ മോക്ക് ചെയ്യാത്ത ദിവസമാണെങ്കിൽ ഒരു സെക്ഷണൽ ടെസ്റ്റ് ചെയ്യും. പിന്നെ മെയിൻസ് ലെവൽ ഈ വീക്ക് ചെയ്യാൻ പോകുന്നത് ഇൻപുട്ട് ഔട്ട്പുട്ട് ആയിരിക്കും. ഇൻപുട്ട് ഔട്ട്പുട്ടാണ് മെയിൻസ് ലെവൽ ഈ വീക്ക് ചെയ്യാൻ പോകുന്നത്. അത് ഇൻപുട്ട് ഔട്ട്പുട്ടിൻ്റെയൊക്കെ വീഡിയോ സോഴ്സസ് അവൈലബിൾ ആണ്. പുനീത് സാറിൻ്റെ ഒക്കെ പ്ലേലിസ്റ്റ് അവൈലബിൾ ആണ്, റീസണിങ് മെയിൻസ് ലെവലൊക്കെ. ആ പ്ലേലിസ്റ്റ് ചെയ്യും. കാരണം റീസണിങ്ങിന് പ്രിലിംസിന് കൂടുതലും നമ്മൾ ചെയ്ത് പഠിച്ചെങ്കിൽ പ്രിലിംസ് ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടാൻ എളുപ്പമാണ്. പക്ഷേ മെയിൻസ് ലെവലിലോട്ട് വരുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ കോൺസെപ്റ്റ്സ് ഒക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. സോ അതുകൊണ്ട് തന്നെ പുനീത് സാറിൻ്റെ വീഡിയോ ക്ലാസ്സസ് വെച്ചിട്ട് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് കംപ്ലീറ്റ് പഠിക്കും. അതുപോലെ തന്നെ പസിൽസ് ഗൈഡ്ലിയുടെ ഒക്കെ ഫ്രീ PDFs അവൈലബിൾ ആണ്, 50 പസിൽസിൻ്റെ ഒക്കെ. അതൊക്കെ ഒറ്റ സ്ട്രെച്ചിൽ ചെയ്യാനാണ് ഈ വീക്കിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഡേ 1ലും ഡേ 2ലും സ്കിപ്പ് ചെയ്യാത്ത കാര്യമായിരിക്കും ഇംഗ്ലീഷിന് എഡിറ്റോറിയൽ ഡെയിലി ഞാൻ വായിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ RC ഡെയിലി ഒരു RC വെച്ചിട്ട് പ്രാക്ടീസ് മോക്കിലൊക്കെ ഫ്രീ ടോപ്പിക് ടെസ്റ്റ് അവൈലബിൾ ആണ്. ആ പ്രാക്ടീസ് മോക്കിൽ നിന്നൊക്കെ ഡെയിലി ഒരു RC ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ബുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന സിമ്പിൾ ഇംഗ്ലീഷസ് ഉള്ള ഒരു ബുക്ക് വായിക്കാൻ സ്റ്റാർട്ട് ചെയ്യും. ബുക്ക് അല്ലെങ്കിൽ PDF ഫോമാറ്റ് ആണെങ്കിലും വായിക്കാൻ സ്റ്റാർട്ട് ചെയ്യും. വായിക്കുമ്പോൾ തന്നെ നമുക്ക് എറർ ഡിറ്റക്ഷൻ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ എളുപ്പമാണ്. പ്രീ ലെവലിൽ ഇംഗ്ലീഷ് വേണ്ടെങ്കിലും മെയിൻസ് ലെവൽ വേണം. അതുപോലെ തന്നെ മുൻപോട്ടുള്ള എക്സാംസിനൊക്കെ ഇംഗ്ലീഷ് വേണ്ടതാണ്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു വായനയും കൂടെ ഈ മാസം കൊണ്ടുവരാനാണ് എൻ്റെ പ്ലാൻ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ 2 പ്രീ മോക്കൊക്കെ ആയിരിക്കും ചെയ്യുന്നത് വീക്ക്ലി. പക്ഷേ ഇനി മുൻപോട്ട് ഇനിയുള്ള ജൂലൈ ഓഗസ്റ്റ് ഒക്കെ ആകുമ്പോൾ കംപ്ലീറ്റ് മോക്സിൻ്റെ എണ്ണം കൂട്ടേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇത്ര മോക്സിൻ്റെ ആവശ്യമേ ഉള്ളൂ എന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ജൂൺ മന്തിൽ ഒരു ഫസ്റ്റ് ഹാഫിൽ വേണ്ടിയിട്ട് ഞാൻ മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സ്റ്റഡി റുട്ടീൻ. ഓക്കെ, നേരത്തെ തന്നെ ചിന്തിച്ച് വെച്ചാൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഔട്ട്കം ചെയ്യാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു റഫ് സ്കെച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ നിങ്ങളുടെയൊക്കെ പ്ലാൻ എന്താണെന്നും അതുപോലെ തന്നെ എക്സ്പെക്റ്റേഷൻസ് എന്താണെന്നും ഒക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സജഷൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.